ഇപ്പൊ ആക്ടറെ അഴിച്ചുവിടുക എന്നൊക്കെ പറയുമ്പോഴേ ഇതിന്റെ ഒരു അരികുവൽക്കരണം അവരുടെ ഇടയിലും കൂടി വേണമല്ലോ, അവർക്കൊരു ധാരണയും കൂടി ഉണ്ടാവണല്ലോ. ഇപ്പൊ നമ്മള് കാർബൺ എടുക്കുകയാണെങ്കിൽ ഇസ്മുവിന് മുഴുവൻ പേര് പോലും നമുക്കറിയില്ല. ഇസ്മു എന്നുള്ളതൊരു മുഴുവൻ പേരാണോ, അല്ലെങ്കിൽ അത് അയാളുടെ ഇരട്ടപ്പേരാണോ, അല്ലെങ്കിൽ അയാള് ബാക്കിയുള്ളവരെ ടെറർ ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന പേരാണോ? അങ്ങനെ കുറെ സംശയങ്ങളുണ്ട്. ശരിക്കും അയാൾ പലിശക്കാരൻ മാത്രമാണോ, അല്ലെങ്കിൽ അയാൾ ഇവരെ വേദനിപ്പിക്കാനാണോ അത് ചെയ്തത്, അതോ ഇയാളുടെ ഈ പറഞ്ഞ പോലെ വില്ലനിസം കൂട്ടാനാണോ? എന്നാൽ അയാളുടെ വില്ലനും അല്ല, അയാൾ ഭയങ്കര വീരശൂര പരാക്രമിയായ വില്ലനല്ല. ഇത്രയും കാര്യങ്ങള് ഒരു മൂത്രമൊഴിക്കലിലൂടെയും ഒരു 4 ഡയലോഗുകളിലൂടെയും കൺവേ ചെയ്യാണ്. ഒരുപാട് കടമ്പകൾ ഒരുമിച്ച് ചാടിക്കിടക്കുന്ന ഒരവസ്ഥയുണ്ട് ഇസ്മുവില്. ഇസ്മുവിന് തന്നൊരു ഡിസ്ക്രിപ്ഷൻ, അതിന് എന്തൊക്കെ ചെയ്യാൻ പറ്റി, എന്തായിരുന്നു ആ അനുഭവിച്ച സ്വാതന്ത്ര്യം? അല്ല, അത് പിന്നെ ആദ്യം തന്നെ എൻ്റെ അടുത്ത് പറയുന്നത് നിസ്താർ എങ്ങനെ വേണോ ചെയ്തതെന്നാണോ എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ എങ്ങനെ വേണോ ചെയ്തതെന്ന് ചെയ്യുന്നിടത്ത് ഇത് സിനിമയല്ലേ, ഇതിനകത്ത് അതിൻ്റെ ഒരു അച്ചടക്കം ഉണ്ടല്ലോ, ഗ്രാമർ ഉണ്ടല്ലോ, അതിനകത്ത് നിന്നല്ലേ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ കുഴപ്പമില്ല, ചെയ്തു, ഞങ്ങൾ ഷൂട്ട് ചെയ്തോളാം. ഞാൻ പറഞ്ഞു അത് പറ്റില്ല, ഇതെങ്ങനെ ചെയ്യണമെന്ന് പറയാതെ ഞാൻ ചെയ്യുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെയാണ് അത് മൊബൈലിൽ മോനൻ ഷൂട്ട് ചെയ്തിട്ട് അവർ ഷോട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ ഷോട്ട് ബൈ ഷോട്ടായിട്ട് ചെയ്ത് ആ ഓരോ ഷോട്ടിനിടയ്ക്കാണ് ബാക്കി വരുന്ന ഇതൊക്കെ കയറി വരുന്നത്. അയാളോട് എങ്ങനെ ഇടപെടണം, എത്രയും മ്ലേച്ഛമായി എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാം. ആ ഒരു ടാപ്പ് പോലും കൊണ്ട് വെക്കുന്നത് ഞാൻ പറഞ്ഞിട്ടാണ്. മൂത്ര വെച്ചിട്ട് ഞാൻ വേണമെന്നിട്ട് അവിടെ ടാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാം അത് വെച്ചിട്ട്. അപ്പോഴും ടാപ്പ് കൊണ്ട് വയ്ക്കുന്നു, അങ്ങനെ കൈയെഴുതുന്നു. ഇതെല്ലാവരും തരത്തില്ല. അവരുടെ ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേ ഒരു ആക്ടറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അയാളുടെ ഒരു ക്രിയേറ്റിവിറ്റി, അയാളുടെ ഒരു ഇംപ്രവൈസേഷൻ, അതിനുള്ള അവസരം വളരെ കുറവാണ്. കിട്ടുന്നിടത്ത് ഞാനത് ഉപയോഗിക്കാറുണ്ട്. അമൽനീരത്തിന്റെ ഫേവറേറ്റ് ആക്ടറായി, അമൽനീരത്തിന്റെ എല്ലാ പടങ്ങളിലും കാണുന്നു എന്നൊക്കെ അറിയുന്നു. എങ്ങനെയാണ് ആ ഇക്വേഷൻ ക്രാക്ക് ചെയ്തത്? ഞാൻ ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടെന്ന്. ബോഗൻവില്ലിന്റെ ഷൂട്ട് നടക്കുമ്പോഴാണ്. എന്തായിരുന്നു ഇത്ര ഇഷ്ടം പറയാമോ? അത് അങ്ങനെ ഇത്രേ പറഞ്ഞല്ലോ. എനിക്ക് അങ്ങനെ എന്നെ ഈ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാൽ അയാൾ എന്നെ കൂടെ വിളിക്കും, എൻ്റെ സൗകര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിക്കും. ഞാൻ ഒരിക്കൽ വരത്തിന്റെ ഷൂട്ടിനിടയ്ക്ക് ഷൂട്ടില്ലാത്ത ഒരു ദിവസം സിഗരറ്റ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് പോയി വണ്ടി എടുത്തിട്ട്. അപ്പം ഇദ്ദേഹം എതിരെ ഓപ്പോസിറ്റ് വരികയാണ്, ജ്യോതിർമയുണ്ട്. കൈ കാണിച്ച് വണ്ടി എടുത്ത് എവിടെ പോകുന്നു? ഞാൻ സിഗരറ്റ് വാങ്ങിക്കാൻ ഇറങ്ങി. റിസോർട്ടിൽ ഇരുന്നാൽ മതി, സിഗരറ്റ് അവിടെ എത്തും, ഏതാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും ഇന്നിപ്പോൾ ഇറങ്ങി, ഇന്നിപ്പോൾ ഇറങ്ങി വാങ്ങിച്ചിട്ട് ഞാൻ പോവാം. പിറ്റേ ദിവസം സെറ്റ് വെച്ച് കാണുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത് സിഗരറ്റ് വാങ്ങിക്കാനൊന്നും വെളിയിൽ പോകണ്ട, എന്ത് വേണമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുതരും. ഞാൻ പറഞ്ഞാൽ അതല്ല, ഈ പുറത്തിറങ്ങാന്ന് പറയുന്നിടത്ത് നമ്മൾ സിഗരറ്റ് വാങ്ങിച്ച് ജംഗ്ഷനിൽ പോയി നിന്നൊരു ചായ കുടിച്ചു, അങ്ങനെ ഒരു നമ്മുടെ ഒരു ശീലമുണ്ടല്ലോ, അതുകൂടെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. ചുമ്മാ അതിനകത്ത് റിസോർട്ട് കയറി അടങ്ങിയിരുന്നത്. അത് 3 സെറ്റിലും എൻ്റെ അടുത്ത് അങ്ങനെ ഇടപെട്ടിട്ടുണ്ട്. വിഷുവയുടെ സെറ്റിലും അത്തരത്തിൽ തന്നെ ആയിരുന്നു. എൻ്റെ കാര്യങ്ങൾ പ്രത്യേകം എന്തോ എനിക്ക് എന്തിനാണത് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞില്ല. ഞാനത് അങ്ങനെ ചോദിച്ചിട്ടില്ല. പക്ഷെ നല്ല സൗഹൃദമുണ്ട്. അത് ബോഗൻവില്ലയുടെ സെറ്റ് ഒരിക്കൽ ഞാൻ ചോദിച്ചായിരുന്നു. ഞാൻ പിന്നെ സെറ്റിൽ അല്ല അമൽ സാറേ എന്ന് വിളിക്കുന്നു, എന്നെക്കാളും വളരെ പ്രായം കുറവാണ്. എനിക്ക് വേണമെങ്കിൽ അമൽ നീര എന്ന് വിളിക്കാം, അമലിന് വേണമെങ്കിൽ എന്നെ നിസ്താറ എന്ന് വിളിക്കാം, പക്ഷെ എന്നെ നിസ്താർക്കാന്നാണ് വിളിക്കുന്നത്. ഈ സൗഹൃദത്തിൻ്റെ എന്തെങ്കിലും ഒരു കാരണം പറയാനുണ്ടോ? ഇത് തന്നെയാണ് നിസ്താർക്ക് ഇപ്പോൾ പറഞ്ഞു തന്നെയാണ്. അത് അമൽ എന്ന് വിളിക്കാൻ സ്വാതന്ത്ര്യമുള്ള, പ്രായ വ്യത്യാസമുള്ള എന്നെ നിസ്താർക്ക് അമൽ നീരത എന്ന് വിളിക്കും, അല്ല അമൽ സാറേ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങളെ നിസ്താറ എന്ന് വിളിക്കാതെ നിസ്താർക്കാന്ന് വിളിക്കുന്നു. പിന്നെ നിങ്ങൾ എനിക്ക് സെറ്റിൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല. എങ്ങനെ ചെയ്യണോ, ഏത് ചെയ്യണോ, ഏത് അളവ് ചെയ്യണമെന്ന് ഞാൻ ഇതുവരെ 3 സിനിമയ്ക്ക് അന്ന് പറഞ്ഞു തരേണ്ടി വന്നിട്ടില്ല. പിന്നെ സെറ്റിലിന് പുറത്തും നിങ്ങൾ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ഞാൻ ഈ ആർട്ടിസ്റ്റുകളുടെയും മറ്റാളുകളുടെയും എല്ലാം നുണ കേൾക്കും, അവിടെ പോയി ഇവിടെ പോയി നിങ്ങൾ ഷൂട്ടില്ലെങ്കിൽ പുറത്ത് പോരല്ല. ഇല്ല, അധികമല്ല, ഇതുവരെ സിഗരറ്റ് വാങ്ങിക്കാൻ അങ്ങനെ ഇറങ്ങിയത്. അത് തന്നെയാണ് എൻ്റെ കാരണം. നിങ്ങളെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അവര് ആഗ്രഹിക്കുന്ന ഒരു ഡിസിപ്ലിൻ ഒക്കെ തന്നെയാണ്. അതെല്ലാവരും അങ്ങനെ ഏത് ഇൻഡസ്ട്രിയിലും അത് ചെയ്യുമല്ലോ. അതിൻ്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരാൾ താഴെയുള്ള ആളുകളുടെ എല്ലാം ഈ അച്ചടക്കം അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. നമുക്ക് ആ അച്ചടക്കം കൊടുക്കാൻ പറ്റിയാൽ മതി എന്നുള്ളതാണ്. എനിക്ക് ആ ഒരു സൈക്കോളജി ഇഷ്ടമായി. അതായത് ഇപ്പോൾ ഇത് പല വലിയ ഡയറക്ടേഴ്സും ചെയ്യുന്നതായിട്ട് ഞാൻ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ മണിരത്നം 20 ഡയറക്ട് ചെയ്യുന്ന സമയത്ത് ഐശ്വര്യ റായ്ക്കും മോഹൻലാലിനും ഉള്ള അതേ സ്യൂട്ട് റൂം തന്നെ പ്രകാശ് രാജിന് വേണമെന്ന് നിർബന്ധം പിടിച്ച് വാശി പിടിച്ചിട്ട് ആ റൂം അവിടെ കൊടുത്തിരുന്നു. അത്ര ആദ്യം അങ്ങനെ ആയിരുന്നില്ല, അദ്ദേഹത്തിന് വേറൊരു ഹോട്ടലിലായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടെന്ന്. എന്തിനാ അങ്ങനെ കൊടുക്കണമെന്ന് മണിരത്നം നിർബന്ധം പിടിക്കുന്നതെന്ന് വെച്ചാൽ അവരുടെ ഒപ്പം ഈക്വലാണ് പ്രകാശ് രാജ് എന്ന് പ്രകാശ് രാജിന് തോന്നണം.
അപ്പൊ അങ്ങനത്തെ ചില മാനസികമായിട്ട് നിങ്ങളുള്ള ഒരുക്കങ്ങളെ അതില് കൂടി ശ്രദ്ധ കൊടുക്കുക എന്ന് പറയുന്നത് കൊണ്ടായിരിക്കും ഒരു പക്ഷെ അദ്ദേഹം ഒരു മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ആവുന്നതെന്ന് എനിക്ക് ആയിരിക്കാം, തോന്നുന്നു. ആയിരിക്കാം. ഈ ഡീറ്റെയിലിങ്ങുകൾ ഉണ്ടല്ലോ, ഇപ്പൊ വരുത്തപ്പട്ടിക്ക് ചോറ് കൊടുക്കരുത് എന്ന് പറയുന്ന ആ പട്ടിയിൽ എല്ലാം ഉണ്ട്. കുറച്ച് അൺപാർലമെന്ററി ആണെങ്കിൽ പോലും അയാളുടെ ഒട്ടും വിലയില്ലാത്തൊരു മനുഷ്യനായിട്ട്, അയാൾ അത്രയും ഒതുക്കപ്പെട്ട ഒരു മനുഷ്യനായിട്ട്, പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യനായിട്ട് പറയുന്നത് മൊത്തം ആ 3-4 വാക്കുകളിലുണ്ടല്ലോ. ഈ വരുത്തനിൽ എന്തായിരുന്നു ഡിസ്ക്രിപ്ഷനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? എങ്ങനെയാ ഈ മേലാളിത്തം കാണിക്കുക? അപ്പൊ ഫ്യൂഡൽ പരിപാടികളൊന്നും അവിടെ ഇല്ലല്ലോ, ഇല്ല, ബോഗൻവില്ലയുടെ സാധ്യതകളിൽ അവിടെ ഇല്ലല്ലോ. അതിനെ എങ്ങനെ കാണിക്കണം എന്നാ പറഞ്ഞത്? അതെന്താ മനസ്സിലേക്ക് വന്നത്? നമ്മുടെ ഒരു നിലപാടെന്ന് പറയുന്നത്, നമ്മുടെ നില, ആ ഒരു 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 മനുഷ്യന്റെ പിന്നെ നില, അയാൾ എങ്ങനെ നിൽക്കുന്നു എന്ന് കണ്ടാൽ നമുക്കറിയാം അയാൾ ഏത് തരക്കാരനാണ്. ബോഡി ലാംഗ്വേജ്. നമ്മുടെ ഒരു പിന്നെ നമ്മുടെ ഒരു ക്യാരക്ടർ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ പിന്നെ ശരീരം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നിടത്താണ്. അതെങ്ങനെയും പോവാം. ഭരതൻ്റെ അകത്ത് ഞാൻ അത്ഭുതമൊന്നും കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒരു അത്ഭുതവും കാണിച്ചിട്ടില്ല. ഇതാണ് ആ ക്യാരക്ടർ. പാപ്പാളി കുര്യൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. അയാളുടെ വീട് ഇതാണ്. അയാൾ ഇത്രയും സമ്പന്നനാണ്, ഇത്രയും സൗകര്യങ്ങളുണ്ട്. ഇയാളുടെ പ്രോപ്പർട്ടി ലീസിന് എടുത്തിട്ട് കൃഷി ചെയ്യുന്നത്. അയാളുടെ വളരെ താഴെയാണ് അത്. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിവർന്ന് നിൽക്കുക എന്നുള്ളതും നമ്മൾ ഇങ്ങനെ ചൂണ്ടി പറയുന്നതിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഞാനിപ്പോഴും കരുതുന്നില്ല കേട്ടോ, വരത്തനുള്ള ക്യാരക്ടർ അസാധ്യ ക്യാരക്ടറാണെന്ന് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. അതിപ്പോൾ ദിവസകളിലും ഇല്ല. കാർബണിൽ പിന്നെയും പറയാം ഞാൻ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്നും അല്ലെങ്കിൽ എൻ്റെതായ എന്തെങ്കിലും ക്രിയേറ്റിവിറ്റി ഉണ്ടെന്നും കൂടെ പറയാം. പക്ഷെ മറ്റു സിനിമകളിലൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഏറെമ്മിലും ഇല്ല. ശരീരം കൊണ്ട് നിൽക്കുന്ന രീതികളും പറയുന്നതിൻ്റെ ഒക്കെ ഉള്ളൂ. അതല്ലാതെ അങ്ങനെ സിനിമയിൽ ഒരു പെർഫോമർ എന്നുള്ള നിലയിൽ ഒരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ പോലും എനിക്ക് വലിയ സംശയം. ഒരു സ്റ്റീരിയോ ടൈപ്പിംഗ് ഫീൽ ചെയ്യുന്നുണ്ടോ? തൽക്കാലം അങ്ങനെയാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കൊന്ന് മാറി വന്നതാണ് ഈ മോഹിനിയാട്ടം. ബാക്കി അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് അവരുടെയും കുഴപ്പമല്ല കേട്ടോ. അവര് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അതൊരു ഇൻഡസ്ട്രിയാണ്. അതൊരു പണമിറക്കി പണം പിടിക്കുന്ന ഒരു കച്ചവടമാണ് അത്. അവിടെ ഒരാളിനെ വെച്ച് പരീക്ഷിക്കാനുള്ള ധൈര്യക്കുറവാണ്. അതിനവര് ഞാനൊരിക്കലും കുറ്റം പറയുകയില്ല. പക്ഷെ നമ്മുടെ ആകാരവും ശബ്ദമായിരിക്കും ചിലപ്പോ ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കണേ. ആയിരിക്കാം. ഇപ്പൊ തിയേറ്ററിൽ ആകാരത്തിനും ശബ്ദത്തിനും ഞാൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ ഈ ജിബ്രാൻ ഖലീൽ ജിബ്രാന്റെ ദി ബ്ലൈൻഡ് എന്ന് പറഞ്ഞ് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ശബ്ദമേ ഇല്ല. കിങ്ഡൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ വളരെ അടക്കത്തിൽ സംസാരിക്കുന്ന, ഒച്ചപ്പാടേ ഇല്ല, വലിയ ബിഹേവിങ്സ് ഒന്നും വലിയ ബഹളങ്ങളില്ലാതെ വെറുതെ നഖം കടിച്ചുകൊണ്ട് നിൽക്കുന്ന ജാരനാണ് അയാളത്. അപ്പോൾ ഈ സൊസൈറ്റിയിൽ ഏറ്റവും പതുങ്ങിപ്പോയി കാര്യങ്ങൾ സാധിച്ചു പോകുന്ന ഒരാളാണ്. അപ്പോൾ അതങ്ങനെ അയാൾക്ക് പറ്റും. അത് അല്ലാതെ ബഹളം വയ്ക്കുന്ന നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒരു ആക്ടർ എന്നുള്ളതിൽ തിയേറ്ററിൽ എനിക്ക് രണ്ടും പറ്റിയിട്ടുണ്ട്. ബഹളം വയ്ക്കുന്ന ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. കിങ്ഡൻ പോലെയുള്ള ഒട്ടും ബഹളങ്ങളില്ലാത്ത ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ സിനിമയ്ക്ക് അങ്ങനെ വരണം, ഇനി വരുമായിരിക്കും, അങ്ങനെ ആഗ്രഹിക്കും.